ആദ്യകാല വേദകാലത്തിൻ്റെയും പിൽക്കാല വേദകാലത്തിൻ്റെയും സവിശേഷതകൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ആദ്യകാല വേദകാലത്തിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ പ്രദേശം എന്ന് പറയുന്നത് സപ്തസിന്ധു പ്രദേശമായിരുന്നു. അതുപോലെ ഇടയ സമ്പദ് വ്യവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇടയന്മാരായിരുന്നു. അതിൽ നിന്ന് വരുമാനം ഉപയോഗിച്ചിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. കന്നുകാലികളെ മേക്കലായിരുന്നു പ്രധാനപ്പെട്ട തൊഴിൽ. അതുപോലെ അവർ അർദ്ധനാടോടികളായിരുന്നു. അർദ്ധനാടോടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം താമസിക്കുക, പിന്നെ സ്ഥലം മാറുക, അങ്ങനെയുള്ള നാടോടികളായിരുന്നു. മറ്റൊരു പോയിന്റ്, സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം. സ്ത്രീകൾക്ക് കുറച്ചൊക്കെ സ്ഥാനമാനങ്ങൾ ആദ്യകാല വേദകാലത്ത് ഉണ്ടായിരുന്നു. അവരുടെ കൃഷി എങ്ങനെയായിരുന്നു? കാട് വെട്ടിത്തെളിച്ചും കാട് തീയിട്ടുമാണ് അവർ കൃഷി ചെയ്തിരുന്നത്. അവരുടെ സമൂഹം എങ്ങനെയായിരുന്നു? നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു ആദ്യകാല വേദകാലത്തെ സമൂഹം. അതുപോലെ യാഗങ്ങൾ അഥവാ പൂജകളൊക്കെ ലളിതവും ഓരോ കുടുംബനാഥനും ഓരോ വീട്ടുകാരനും ചെയ്യാവുന്നതുമായിരുന്നു ഏത് കാലത്ത്? ആദ്യകാല വേദകാലത്ത്. അതുപോലെ അവരുടെ ആരാധന എന്ന് പറയുന്നത് പ്രകൃതി ശക്തികളെയാണ് അവർ ആരാധിച്ചത്. ഇനി പിൽക്കാല വേദകാലമാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? ജനജീവിതം എങ്ങോട്ട് വ്യാപിച്ചു? ഗംഗാ സമതലം വരെ വ്യാപിച്ചു. അവർ കൃഷിക്ക് പ്രാധാന്യം നൽകി തുടങ്ങി. ഇടയ സമ്പദ് വ്യവസ്ഥയൊക്കെ മാറ്റിയിട്ട് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങി. അതുപോലെ ഒരു സ്ഥലത്ത് സ്ഥിരമായി സ്ഥിരവാസം ആരംഭിച്ചു. കൂടാതെ അന്നുണ്ടായ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, സ്ത്രീകളുടെ പദവിക്ക് കുറച്ച് മങ്ങലേറ്റു. അഥവാ ആദ്യകാല വേദകാലത്തുണ്ടായിരുന്ന സ്ത്രീകളുടെ പദവി പിൽക്കാല വേദകാലത്ത് കുറഞ്ഞു വരികയുണ്ടായി. പിൽക്കാല വേദകാലത്തിനുള്ള മറ്റൊരു സംഭവം, ഇരുമ്പിൻ്റെ ഉപയോഗം വ്യാപകമായി. അതുകൂടാതെ വർണ്ണവ്യവസ്ഥ ശക്തമായി. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയുള്ള 4 വർണ്ണങ്ങൾ ഉൾക്കൊള്ളുന്ന ആ വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു തുടങ്ങി. അതുകൂടാതെ യാഗങ്ങൾ അഥവാ പൂജകളൊക്കെ എന്തായി മാറി? സങ്കീർണം, പ്രയാസമുള്ളതായി, ചെലവേറിയതായി. അതുമാത്രമല്ല, യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അഥവാ ഉയർന്ന വിഭാഗത്തിൻ്റെ മാത്രം അധികാരമായി മാറുകയും ചെയ്തു. അതുകൂടാതെ പ്രത്യേകം ആരാധനാമൂർത്തികൾ, ദൈവങ്ങളൊക്കെ അവർക്കിടയിൽ രൂപപ്പെടാൻ തുടങ്ങി. കൂടാതെ വിവിധ തരത്തിലുള്ള കരകൗശല വിദ്യകളും പിൽക്കാല വേദകാലത്ത് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ വേദകാലത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു: ആദ്യകാല വേദകാലം, പിൽക്കാല വേദകാലം. അവ രണ്ടിൻ്റെയും സവിശേഷതകളാണ് നമ്മളിവിടെ പറഞ്ഞത്.